നിഴലുകൾ സംസാരിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ലോകം ഭരിക്കുന്നത് നമ്മൾ കാണുന്ന ഭരണാധികാരികളല്ലെന്നും രഹസ്യമുറികളിലിരുന്ന് ലോകഗതി നിയന്ത്രിക്കുന്ന ഒരു വിഭാഗമുണ്ടെന്നും കേൾക്കുമ്പോൾ നിങ്ങളിൽ അല്പം ഭയം തോന്നുന്നില്ലേ? അതാണ് ഫ്രീ മേസൺസ്. ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യ സംഘടനയെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ഈജിപ്തിലെ പിരമിഡുകൾ മുതൽ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഡോളർ നോട്ടുകളിൽ വരെ അവരുടെ ചിഹ്നങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആരാണിവർ? ഒരു മതമാണോ അതോ ഒരു രാഷ്ട്രീയ ശക്തിയോ? ഫ്രീമേസൺസിന്റെ ഉത്ഭവം മധ്യകാലഘട്ടത്തിലെ കല്ലുകൊത്തുപണിക്കാരിലായിരുന്നു, സ്റ്റോൺ മേസൺസ്. അതിമനോഹരമായ കത്തീഡ്രലുകളും കൊട്ടാരങ്ങളും പണിതിരുന്ന ഇവർക്ക് കല്ലുകൾ കൊണ്ട് വിസ്മയം തീർക്കാനുള്ള പ്രത്യേക വിദ്യകൾ അറിയാമായിരുന്നു. ഈ വിദ്യകൾ മറ്റാർക്കും ചോർന്നു പോകാതിരിക്കാൻ അവർ രഹസ്യവാക്കുകളും അടയാളങ്ങളും ഉപയോഗിച്ചു. പതിയെ ഈ തൊഴിലാളി കൂട്ടായ്മയിലേക്ക് ചിന്തകരും തത്വജ്ഞാനികളും ഭരണാധികാരികളും കടന്നുവന്നു. ഇതോടെ അതൊരു വിജ്ഞാനത്തിന്റെ രഹസ്യക്കൂട്ടമായി മാറി. ഈ ഭാഗത്തിൽ നാം കാണുന്നത് അവരുടെ ലോഡ്ജുകളെക്കുറിച്ചാണ്. പുറം ലോകം അറിയാത്ത രീതിയിലുള്ള അവരുടെ മീറ്റിംഗുകൾ, കൈകൊടുക്കുന്നതിലെ രഹസ്യരീതികൾ, ചതുരശ്ര അളവുകോലും കോമ്പസും ചേർന്നു അവരുടെ വിചിത്രമായ ചിഹ്നം എന്നിവയെല്ലാം ഒരു ത്രില്ലർ സിനിമ പോലെ നിഗൂഢമാണ്. അവർ എന്താണ് ഒളിപ്പിച്ചു വയ്ക്കുന്നത്? അവരുടെ പക്കൽ ഒരു മഹാസത്യമുണ്ടോ? ഫ്രീ മേസൺസിന്റെ ചരിത്രം ആരംഭിക്കുന്നത് കേവലം മധ്യകാലഘട്ടത്തിലല്ല. അവരുടെ വിശ്വാസപ്രകാരം അത് ജെറുസലേമിലെ ശലോമോൻ രാജാവിന്റെ കിങ് സോളമൺ ദേവാലയ നിർമ്മാണത്തോളം പിന്നിലേക്ക് പോകുന്നു. ദേവാലയത്തിന്റെ പ്രധാന ശില്പിയായ ഹിറാം ആബിഫ് ആണ് അവരുടെ ചരിത്രത്തിലെ പ്രധാന കഥാപാത്രം. താൻ പഠിച്ച നിർമ്മാണ വിദ്യയുടെ പരമമായ രഹസ്യം പുറത്തു പറയാത്തതിനാൽ കൊല്ലപ്പെട്ട ഹിറാം ഫ്രീമേസൺസിന്റെ ധീരതയുടെ പ്രതീകമാണ്. ഓരോ പുതിയ അംഗവും സംഘടനയിൽ ചേരുമ്പോൾ ഈ കൊലപാതകത്തിന്റെ പ്രതീകാത്മകമായ ചടങ്ങുകളിലൂടെ കടന്നുപോകേണ്ടതുണ്ട്. കണ്ണുകൾ കെട്ടപ്പെട്ട് ഒരു വാൾമുനയിൽ നിൽക്കുന്ന തുടക്കക്കാരൻ അനുഭവിക്കുന്ന ആ മാനസിക സമ്മർദ്ദം വിവരണാതീതമാണ്. ഈ ഘട്ടത്തിൽ സംഘടന വെറുമൊരു തൊഴിലാളി യൂണിയൻ അല്ലാതായി മാറുന്നു. അത് മനുഷ്യ മനസ്സിനെ ചെത്തിമിനുക്കുന്ന ഒരു വിദ്യാലയമായി മാറുന്നു. അസംസ്കൃതമായ ഒരു കല്ലിനെ എങ്ങനെ മിനുസമുള്ള ഒരു ശിലയാക്കാം എന്നതുപോലെ ഒരു മനുഷ്യനെ എങ്ങനെ ഉത്തമമായ രീതിയിലേക്ക് മാറ്റാം എന്നതാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം. പക്ഷേ ഈ ലക്ഷ്യത്തിനു പിന്നിൽ അധികാരത്തിലേക്കുള്ള ചവിട്ടുപടികളുണ്ടോ? ലോകത്തിലെ വലിയ മാറ്റങ്ങൾക്കെല്ലാം പിന്നിൽ ഇവരുടെ കൈകളുണ്ടോ? 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലണ്ടനിലെ ഒരു ചെറിയ മദ്യശാലയിൽ വെച്ചാണ് ഔദ്യോഗികമായി ആദ്യത്തെ ഗ്രാൻഡ് ലോഡ്ജ് രൂപപ്പെടുന്നത്. 1717. അവിടെ നിന്നാണ് ആധുനിക ഫ്രീ മേസൺറിയുടെ വളർച്ച. ഐസക് ന്യൂട്ടനെ പോലെയുള്ള മഹാന്മാരായ ശാസ്ത്രജ്ഞർ മുതൽ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ വരെയുള്ളവർ ഇതിൽ അംഗങ്ങളായിരുന്നു. മതവും ശാസ്ത്രവും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്ന കാലത്ത് ഫ്രീ മേസൺസ് ഒരു പാലമായി പ്രവർത്തിച്ചു. ദൈവം എന്നാൽ ഈ ലോകത്തെ നിർമ്മിച്ച മഹാനായ ശില്പി, ഗ്രേറ്റ് ആർക്കിടെക്ട് ഓഫ് ദ യൂണിവേഴ്സ് ആണെന്ന് അവർ വിശ്വസിച്ചു. ജനാധിപത്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഫ്രീ മേസൺ ലോഡ്ജുകളിൽ ചർച്ച ചെയ്യപ്പെട്ടു. പല വിപ്ലവങ്ങൾക്കും ഇതിനകം അവർ വിത്തുപാകിയിരുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലും ഫ്രഞ്ച് വിപ്ലവത്തിലും ഈ രഹസ്യ കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നത് ചരിത്രകാരന്മാർ ഇന്നും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ലോഡ്ജുകൾക്ക് ഉള്ളിലെ ഓരോ വസ്തുവിനും ഓരോ അർത്ഥമുണ്ട്. അവർ ധരിക്കുന്ന ആപ്രനുകൾ, ഈപ്രൻസ്, വെറും വസ്ത്രങ്ങളല്ല, അവ അധികാരത്തിന്റെ ശ്രേണികളാണ്. നിങ്ങൾ ഉയർന്ന റാങ്കിലേക്ക് എത്തുമ്പോൾ വെളിപ്പെടുന്ന സത്യങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഈ നിഗൂഢ സംഘടനയ്ക്ക് കേരളവുമായി ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്നു തന്നെയാണ് ഉത്തരം. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിന്റെ മണ്ണിലും ഈ ലോഡ്ജുകൾ സ്ഥാപിക്കപ്പെട്ടു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൊച്ചിയിലെയും കണ്ണൂരിലെയും ലോഡ്ജുകൾ. കേരളത്തിലെ പ്രമുഖരായ പല വ്യക്തികളും സവർണ വിഭാഗങ്ങളും ഉദ്യോഗസ്ഥരും പണ്ട് ഇതിൽ അംഗങ്ങളായിരുന്നു. കൊച്ചിയിൽ ഇന്നും പ്രവർത്തിക്കുന്ന ഫ്രീമേസൺ ലോഡ്ജുകൾ അവരുടെ സാന്നിധ്യത്തിന് തെളിവാണ്. പശ്ചിമ കൊച്ചിയിലെ പഴയ കെട്ടിടങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവരുടെ ചിഹ്നങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. ഈ ലോഡ്ജുകൾക്കുള്ളിൽ എന്താണ് നടക്കുന്നത്? അത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിലോ സാമൂഹിക വ്യവസ്ഥയിലോ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? പലരും കരുതിയിരുന്നത് ഇത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഒരു രൂപമാണെന്നാണ്. എന്നാൽ മതം നോക്കാതെ ആർക്കും ഇതിൽ അംഗമാകാമായിരുന്നു. ഇവിടുത്തെ പഴയ തറവാടുകളിലും കൊട്ടാരങ്ങളിലും ഫ്രീമേസൺ ചിഹ്നങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടാൽ
അത് വലിയൊരു ചരിത്ര രഹസ്യത്തിലേക്കാകും വിരൽ ചൂണ്ടുക. നമ്മൾ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ലോകത്തെ നിയന്ത്രിക്കുന്ന ഇലുമിനാറ്റിയാണോ ഫ്രീമേസൺസ്? സാത്താൻ സേവകരാണോ ഇവർ? കത്തോലിക്കാ സഭയും ഇസ്ലാമിക രാജ്യങ്ങളും എന്തുകൊണ്ടാണ് ഇവരെ എതിർക്കുന്നത്? ഫ്രീമേസൺസ് വിശ്വസിക്കുന്നത് പ്രകാശത്തിലാണ്. എന്നാൽ ആ പ്രകാശം എല്ലാവർക്കും കാണാൻ കഴിയുന്നതല്ല. ഇന്നും ലോകത്തെ പല പ്രധാന നഗരങ്ങളുടെയും പ്ലാനുകൾ പരിശോധിച്ചാൽ ഫ്രീമേസൺ ചിഹ്നങ്ങൾ, ഉദാഹരണത്തിന് വാഷിംഗ്ടൺ DC, കണ്ടെത്താൻ കഴിയും. അവർ ഒരു പുതിയ ലോകക്രമം, ന്യൂ വേൾഡ് ഓർഡർ ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ? ഒരുപക്ഷേ നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നയാൾ പോലും ഒരു മേസൺ ആയിരിക്കാം. അവരെ തിരിച്ചറിയാൻ ഒരു പ്രത്യേക രീതിയിലുള്ള കൈകൊടുക്കൽ മതിയാകും. രഹസ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. ആ കവാടങ്ങൾ എന്നേക്കുമായി അടയ്ക്കപ്പെട്ടിട്ടില്ല. ഫ്രീമേസൺസിന്റെ യഥാർത്ഥ അധികാരം എവിടെയാണ് അവസാനിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഒരുപക്ഷേ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും അവർ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടാകുമോ? ഈ ചരിത്രയാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം നിഗൂഢമായ ചരിത്രങ്ങളും രഹസ്യങ്ങളും ഇനിയും അറിയാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ.